പണ്ട് 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 ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് ഒരു പത്രോസ് ചേട്ടൻ്റെ പീടിക ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ 2 രൂപയോ 5 രൂപയോ ഒക്കെ കൊടുത്ത് മഷിപ്പേന വാങ്ങിയിരുന്നത്. പിന്നെയും കുറേ വർഷങ്ങൾക്ക് ശേഷം യൂറോപ്പിൽ വന്നപ്പോഴാണ് നമ്മൾ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മഷിപ്പേനയുടെ അതേ ഡിസൈനിലുള്ള മോൺബ്ലോങ് എന്നുള്ള പേനകളുടെ ഇടയിലുള്ള റോൾസ് റോയ്സ് ആണെന്ന് മനസ്സിലായത്. ആ പേനയുടെ ഡിസൈനാണ് അന്ന് കാലത്ത് നമ്മുടെ നാട്ടിൽ കോപ്പി അടിച്ചിരുന്നത്. ഒരു കാലത്ത് അംബാസഡർ കാറിന് മുമ്പിൽ ഔഡിയുടെ എംബ്ലം ഉപയോഗിക്കുന്ന രീതിയും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്തായാലും ചൈനക്കാർ എല്ലാ സാധനങ്ങളും കോപ്പി അടിക്കുമ്പോൾ നമ്മൾ വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് കോപ്പി അടിക്കുന്നത്. അത്ര വ്യത്യാസമുള്ളൂ. 100 വർഷം മുമ്പ് ഹാംബുർഗിലുള്ള ഒരു ജർമ്മൻ എഞ്ചിനീയറാണ് ഈ ആഡംബര പേനയ്ക്ക് രൂപകൽപ്പന നൽകിയത്. മോൺബ്ലോങ് എന്നുള്ള ഫ്രഞ്ച് വാക്കിൻ്റെ അർത്ഥം വെളുത്ത പർവ്വതം എന്നാണ്. ഇറ്റാലിയൻ ഭാഷയിൽ മോണ്ട് ബിയാങ്കോ എന്നാണ് ഈ പർവ്വതം അറിയപ്പെടുന്നത്. യൂറോപ്പിലുള്ള ഏറ്റവും ഉയരമുള്ള പർവ്വതത്തിൻ്റെ പേരാണ് മോൺബ്ലോങ്. ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയുടെയും ഫ്രാൻസിൻ്റെയും ഇടയ്ക്കാണ്. 100 വർഷം മുമ്പ് ഈ പർവ്വതത്തിൻ്റെ ഉയരം 4810 മീറ്ററായിരുന്നു. ഓരോ വർഷം കഴിയും തോറും ഈ മഞ്ഞുമലകൾ ഉരുകി ഇതിൻ്റെ ഉയരം കുറഞ്ഞു വരുന്നു. ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഈ പർവ്വതം ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 1950-ലും 1966-ലും 2 എയർ ഇന്ത്യ ഫ്ലൈറ്റുകളാണ് ഈ മോൺബ്ലോങ് പർവ്വതത്തിൻ്റെ മുകളിൽ തകർന്നടിഞ്ഞത്. മലബാർ പ്രിൻസസ് എന്നും കാഞ്ചൻഗംഗ എന്നുമായിരുന്നു ഈ 2 ഫ്ലൈറ്റുകളുടെ പേര്. ഈ 2 ഫ്ലൈറ്റിലെയും എല്ലാ യാത്രക്കാരും മരണമടഞ്ഞു. ഇന്ത്യയുടെ ആറ്റമിക് സയൻസിൻ്റെ പിതാവായ ഹോമി ജഹാംഗീർ ബാബ എന്ന ശാസ്ത്രജ്ഞനും ഈ അപകടത്തിൽ മരണപ്പെട്ടു. മോൺബ്ലോങ് പേനകൾ ടൈംലെസ് ഫാഷനും ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ടാണ് കരുതുന്നത്. ഇതിൻ്റെ നിബ്ബ് കൈകൊണ്ട് ഉണ്ടാക്കുന്നതും വളരെയധികം പരിശോധനകൾക്ക് വിധേയമായതിനു ശേഷമാണ് മാർക്കറ്റിലെത്തുന്നത്. ഈ പേനയുടെ നിബ്ബ് ഉണ്ടാക്കുന്നതിന് പ്ലാറ്റിനം, ഇറിഡിയം, സ്വർണം തുടങ്ങിയ പ്രഷ്യസ് മെറ്റലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒട്ടും പോറലില്ലാതെ എഴുതുന്നതിനും ഗുണനിലവാരം വളരെ ഉയർന്നതാക്കാനും ഈ പേനകൾക്ക് സാധിക്കുന്നു. 149 എന്ന മോഡലാണ് ഏറ്റവും പോപ്പുലറായ മോൺബ്ലോങ് പേനയെങ്കിലും 100 മുതൽ 1.5 മില്യൺ യൂറോ വരെ റേഞ്ചിലുള്ള പേനകളും മാർക്കറ്റിലുണ്ട്. നിബിൽ എഴുതിയിരിക്കുന്ന 4810 എന്ന നമ്പർ മോൺബ്ലോങ് പർവ്വതത്തിൻ്റെ പണ്ടത്തെ ഉയരമാണ്. ഓരോ വർഷവും ചെല്ലുന്തോറും അവിടെയുള്ള ഗ്ലേസിയേഴ്സ് ഉരുകി താഴേക്ക് വീണ് ഈ പർവ്വതം